ബിജീഷ് ഗോവിന്ദ് ചേരുകയാണ്. ബിജീഷ്, അവിടെ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? മാധ്യമങ്ങളെ ഇനി കാണുമോ? അകത്ത് എന്താണ് ചർച്ച? സുധാകരൻ ഇനി വേറെ എന്തെങ്കിലും നേതൃത്വത്തോടും മറ്റും പറഞ്ഞു നേടാനുണ്ടോ? ജിമ്മി, ഇതിനകത്ത് നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ടു. കെ സുധാകരൻ ഒരു 10-15 മിനിറ്റ് നേരം വൈകിയാണ്, അതായത് ടി ഒ മോഹൻ എത്തിയ കസേരയിലിരുന്ന് ഒരു 10 മിനിറ്റിലധികം വൈകിയാണ് അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് വന്നത് തന്നെ വലിയ ഒരു സന്തോഷത്തോടു കൂടിയായിരുന്നു. എന്റെ വാക്ക് ഞാൻ പാലിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ടി ഒ മോഹന്റെ മുന്നിലേക്ക് എത്തിയത്. തുടർന്ന് അദ്ദേഹത്തെ ഷാൾ അണിയിച്ചു. അത് കഴിഞ്ഞ് പരസ്പരം കൈകൊടുക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിപ്പോൾ മാധ്യമങ്ങളെടുത്ത് നിന്ന് പുറത്തിറങ്ങി നിൽക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെയാണ് ഇപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങി നിൽക്കുന്നത്. ഇത് കഴിഞ്ഞ്, അതായത് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഞാൻ വേണമെങ്കിൽ മാധ്യമങ്ങളെ കണ്ടോളാമെന്നും സുധാകരൻ സമ്മതിച്ചിട്ടുണ്ട്. അതുകൊണ്ടുകൂടി സുധാകരന്റെ വായിൽ നിന്ന് തന്നെ നമുക്ക്, അതായത് സുധാകരനിൽ നിന്ന് തന്നെ നമുക്ക് അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ എന്താണെന്നുള്ള കാര്യത്തിനകത്തൊരു വ്യക്തത വരുത്താം. അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് സജീവമാകുമോ, എങ്ങനെയൊക്കെയാകും തെരഞ്ഞെടുപ്പ് രംഗത്തെ പ്രചരണത്തിന് അദ്ദേഹം പങ്കെടുക്കുക എന്നുള്ള കാര്യത്തിനകത്തൊരു വ്യക്തത നമുക്ക് കൈവരുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും കണ്ണൂർ സീറ്റിനെ സംബന്ധിച്ച് സുധാകരൻ ഉയർത്തിയിരുന്ന ആവശ്യവും അതുപോലെ തന്നെ പ്രതിഷേധവും കെട്ടടങ്ങി എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ നമുക്ക് ഈ കൂടിക്കാഴ്ചയിൽ നിന്ന് ലഭ്യമാകുന്നത്. കാരണം താൻ ഒരിക്കലും നിർദ്ദേശിക്കാതിരുന്ന ടി ഒ മോഹന്റെ സ്ഥാനാർത്ഥിത്വം അദ്ദേഹം ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നു. പാർട്ടിയെടുത്ത തീരുമാനത്തിനൊപ്പം നിൽക്കുമെന്ന് അദ്ദേഹം ഇന്നലെ പറഞ്ഞ വാക്കുകൾ അക്ഷരം പ്രതി അനുസരിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്നത്. കാരണം ടി ഒ മോഹനൻ കണ്ണൂരിലെ സ്ഥാനാർത്ഥിയായി എത്തിയ ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ അനുയായികൾ ഉൾപ്പെടെ അത്തരത്തിലുള്ളൊരു സ്ഥാനാർത്ഥിത്വം വരുന്നു എന്നുള്ള ഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ അനുയായികൾ ഉൾപ്പെടെ അതിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ടി ഒ മോഹനെതിരെ വലിയ തരത്തിലുള്ള വിമർശനമാണ് ആ ഘട്ടത്തിൽ സുധാകരന്റെ അനുയായികളിൽ നിന്ന് ഉയർന്നിരുന്നത്. വിജിലൻസ് കേസിലടക്കം പ്രതിയാകാൻ വേണ്ടി പോകുന്ന ഒരാളെ കണ്ണൂരിൽ എന്തൊരു സ്ഥാനാർത്ഥിയായി നിർത്തുന്നു എന്നടക്കമുള്ള ചോദ്യങ്ങൾ സുധാകര അനുകൂലികൾ ചോദിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ നേതാവ് തന്നെ അദ്ദേഹത്തെ സ്വീകരിച്ചിരിക്കുന്നു. കണ്ണൂരിലെ സ്ഥാനാർത്ഥിയായി ടി ഒ മോഹനെ താൻ അംഗീകരിച്ചു എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ സുധാകരന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഏതായാലും ഈ കൂടിക്കാഴ്ചയിൽ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ടാവും. അത് മാധ്യമങ്ങളെ അറിയിക്കേണ്ടതില്ല, പൊതുസമൂഹത്തെ അറിയിക്കേണ്ടതില്ല. ആ ചർച്ചയ്ക്ക് ശേഷമാകും ഈ ടി ഒ മോഹന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് പ്രചരണ പരിപാടികളിൽ സുധാകരന്റെ സാന്നിധ്യം എങ്ങനെയാകും എന്നുള്ള കാര്യത്തിനകത്ത് ഒരു സ്ഥിരീകരണം വരിക. ഏതായാലും ടി ഒ മോഹൻ അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ഔദ്യോഗികമായി ക്ഷണിക്കുക കൂടി ചെയ്യുന്നുണ്ടാകും. ഈ കൂടിക്കാഴ്ചയിനകത്ത് മറ്റൊരു പ്രത്യേകതയുണ്ട്. DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പങ്കെടുത്തില്ല. ടി ഒ മോഹനും അദ്ദേഹത്തെ പിന്തുണക്കുന്ന വാണിദാ സലയാവൂർ ഉൾപ്പെടെയുള്ള ചില നേതാക്കന്മാർ മാത്രമാണ് ഈ ഘട്ടത്തിൽ അദ്ദേഹത്തിന് കൂടെയുള്ളത്. മറ്റ് DCCയുടെ ഭാഗത്തുള്ള നേതാക്കന്മാർ ആരും തന്നെ ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുന്നില്ല. ജിമ്മി, മഞ്ഞുരുകി സുധാകരൻ കോൺഗ്രസ് നേതൃത്വത്തോടൊപ്പം ഈ തെരഞ്ഞെടുപ്പിനെ എതിരിടാൻ എത്തിയിരിക്കുകയാണ്. ഈ കാര്യത്തിൽ ടി ഒ മോഹനോടൊപ്പം പ്രചരണത്തിനിറങ്ങുക മുതലായ കാര്യങ്ങളിൽ, ഇനിയുള്ള പ്രചരണ പരിപാടികളുടെ കാര്യത്തിൽ അങ്ങനെ എന്തെങ്കിലും ഏതാണ്ട് ധാരണ ആയിട്ടുണ്ടോ? അതിനെക്കുറിച്ച് നമുക്ക് എന്തെങ്കിലും വിവരമുണ്ടോ? ജിമ്മി, ഇതിനകത്ത് ഇതുവരെ ഒരു വ്യക്തത നമുക്ക് വന്നിട്ടില്ല. രാവിലെ ടി ഒ മോഹനെ ബന്ധപ്പെട്ട ഘട്ടത്തിൽ അദ്ദേഹത്തിനുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് സമയം അനുവദിച്ചിരുന്നു എന്നുള്ള കാര്യം വ്യക്തമായിരുന്നു. അദ്ദേഹം അത് പറയുകയും ചെയ്തിരുന്നു. 11:30 ഇവിടെ എത്തുമെന്നുള്ളതായിരുന്നു അദ്ദേഹം അറിയിച്ചിരുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ KS-നെ കണ്ട ശേഷം തീരുമാനിക്കുമെന്നുള്ളതായിരുന്നു ടി ഒ അറിയിച്ചിരുന്നത്. അതിനു മുൻപ് തന്നെ ഇരിക്കൂറിൽ മത്സരിക്കുന്ന സജീവ് ജോസഫ് ഞായറാഴ്ചത്തെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നതിന് കെ സുധാകരനെ ബുക്ക് ചെയ്യുകയും അത് റെഡിയാക്കുകയും ചെയ്തിരുന്നു. അതിന് അനുവാദം KS കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. തലശ്ശേരിയും ഒപ്പം മട്ടന്നൂരും കൂടി അദ്ദേഹം സ്ഥാനാർത്ഥികളെടുത്ത് കമ്മിറ്റ് ചെയ്തു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. ഏതായാലും ഇനിയിപ്പോൾ ടി ഒ കൂടി എത്തി നേരിൽ കണ്ട് നേരത്തെ ഉണ്ടായിരുന്ന ഒരു അസ്വാരസ്യത്തിൽ നിന്ന് ആ പിരിമുറുക്കത്തിൽ നിന്നൊരു മാറ്റം വരുത്തിയിരിക്കുന്നു. ടി ഒ എത്തിയതോടുകൂടി KS-ന്റെ മനസ്സ് ഇതിന് സ്ഥാനാർത്ഥിത്വത്തെ അംഗീകരിക്കുക ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോൾ കൂടിക്കാഴ്ച അവസാനിച്ചിരിക്കുന്നു. ഇരുവരും പുറത്തേക്ക് ഇറങ്ങുമോ എന്നുള്ളതാണ് നോക്കുന്നത്. KS പുറത്തേക്ക് വന്ന മാധ്യമങ്ങളോട് എന്ത് പറയും? ടി ഒ മോഹന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് അദ്ദേഹത്തിന്റെ സാന്നിധ്യം എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യത്തിനകത്ത് ഒരു വ്യക്തത വരാൻ വേണ്ടി പോകുന്നു. ഒരു 10 മിനിറ്റിൽ താഴെയാണ് ഈ കൂടിക്കാഴ്ച നീണ്ടിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞതുപോലെ ഞാൻ എൻ്റെ വാക്ക് പാലിച്ചു എന്നാണ് ടി ഒയെ കണ്ട ഘട്ടത്തിൽ തന്നെ KS പറഞ്ഞിരിക്കുന്നത്. ആ വാക്ക് എന്തായിരിക്കും എന്നുള്ളത് നമുക്കിപ്പോൾ അറിയാം. ടി ഒ